നമ്മൾ കൂടുതൽ വാർത്തകളിലേക്ക് എത്തുകയാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകുന്നു. റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബിഗ് ബ്രേക്കിംഗ്. CPIM സംഘടനാ റിപ്പോർട്ടറിന് ലഭിച്ചു. പാർട്ടിയിൽ വിഭാഗീയതയുണ്ടെന്ന് CPIM പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. വിഭാഗീയ പ്രവണതയുള്ള ഒരു കൂട്ടം സഖാക്കൾ ഇപ്പോഴുമുണ്ടെന്നും പ്രാദേശികമായ പ്രശ്നങ്ങൾക്ക് പിന്നിൽ വിഭാഗീയതയെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. ശരിയായ പരിശോധനകൾ അനിവാര്യമാണ്. സംസ്ഥാന സെന്ററിൽ നിന്നുള്ള നേതാക്കൾ കീഴ്ഘടകങ്ങളിലെത്തുമെന്നും നിർദ്ദേശമുണ്ട്. റോഷിപാലും റഹീസ് റഷീദുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം റോഷിപാലിലേക്കാണ്. റോഷിപാൽ, ഈ പാർട്ടിയിലെ വിഭാഗീയത അവസാനിച്ചിട്ടില്ലെന്നാണോ സംഘടനാ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? റോഷി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരങ്ങളാണ് CPMന്റെ സംഘടനാ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നു. അതിൽ സംഘടനാ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ പകർപ്പ് തന്നെ റിപ്പോർട്ടർ TV ഇന്ന് പുറത്തുവിടും. അതിന്റെ തുടക്കമെന്ന നിലയിലാണ് അതിൽ ചർച്ച ചെയ്ത ഏറ്റവും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ പാർട്ടിയിൽ വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാർട്ടിയിലെ വിഭാഗീയത പൂർണ്ണമായും പോയിട്ടില്ല, ഇപ്പോഴും വിഭാഗീയത നിലനിൽക്കുന്നു എന്ന് കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടിയിലെ വിഭാഗീയത പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. വിഭാഗീയ പ്രവണതയുള്ള ഒരു കൂട്ടം സഖാക്കൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. പ്രാദേശികമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുടെ പിന്നിൽ ഇവരാണ്. കാരണം സംസ്ഥാനത്ത് നമുക്കറിയാം, CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ, അതേപോലെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ചിലയിടങ്ങളിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു, വിഭാഗീയതകളുണ്ടായിരുന്നു. അതിന്റെയൊക്കെ കാരണക്കാർ ആരാണെന്നൊക്കെ കൃത്യമായി സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വിഭാഗീയത പരിഹരിക്കാൻ സംസ്ഥാന സെൻട്രലിൽ നിന്നുള്ളവർ കീഴ്ഘടകങ്ങളിൽ എത്തണം. മെറിറ്റും മൂല്യവും കണക്കിലെടുത്തായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. സംസ്ഥാനത്ത് പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് പാർട്ടിയിൽ വലിയ ഭിന്നതയ്ക്ക് വഴിയൊരുക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സെൻട്രലിനുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും നേതൃത്വം ഈ CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഈ റിപ്പോർട്ടിൽ, ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ വിഭാഗീയ പ്രവണതകൾ വരുമ്പോൾ തന്നെ സംസ്ഥാന സെന്റർ ഇടപെട്ട് ആ പ്രശ്നം കൃത്യമായി പരിഹരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഏതായാലും ഈ സംഘടനാ റിപ്പോർട്ടിൽ വരുന്നത്. നേരത്തെ നമുക്കറിയാം, CPMന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിഭാഗീയതയ്ക്കൊക്കെ അങ്ങനെ ഒരു ചരിത്രം CPMനുണ്ട്. പക്ഷെ ഇപ്പോൾ ഏറെക്കാലമായി അങ്ങനെയുള്ള ഒരു ഭിന്നത, പ്രത്യക്ഷത്തിലുള്ള ഒരു ഭിന്നതയും വിഭാഗീയതയും CPMനെ അലട്ടുന്നില്ല. ഒരു ഘട്ടത്തിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയില്ല. എന്നാൽ പോലും പാർട്ടിക്കകത്ത് ഇപ്പോഴും വിഭാഗീയത ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു എന്നതാണ് സംഘടനാ റിപ്പോർട്ടിലൂടെ വരുന്നത്. അതിൽ കൃത്യമായി റിപ്പോർട്ടിലെ ആ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ അതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ സമ്മേളന ഘട്ടങ്ങളിൽ വിഭാഗീയമായ പ്രവണതകൾ അവസാനിച്ചെങ്കിലും അത്തരം സംസ്കാരത്തിന് അകപ്പെട്ടുപോയ ഒരു കൂട്ടം സഖാക്കൾ അപൂർവമായി ചിലയിടങ്ങളുണ്ട്. അങ്ങനെയാണ് അതിൽ പറയുന്നത്. അതിന്റെ ഭാഗമായി ഈ സമ്മേളനത്തിലും ചില പ്രശ്നങ്ങൾ പ്രാദേശികമായി ഉയർന്നു വന്നിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതിലുള്ളത്. വിവിധ തരത്തിലുള്ള ഈ പരാതികൾ എല്ലാം ശരിയായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയേണ്ടതുണ്ട്. ജില്ലകളിലെ പരാതികളെല്ലാം സംസ്ഥാന സെൻട്രലിൽ നിന്നും ഒരു കൂട്ടം സഖാക്കൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത് പരിശോധന നടത്തി പ്രശ്നം പരിഹരിക്കും. വേണ്ടി വന്നാൽ കീഴ്ഘടകങ്ങളിലും സംസ്ഥാന സെൻട്രലിൽ നിന്നുള്ള സഖാക്കൾ പങ്കെടുത്ത് മെറിറ്റും മൂല്യങ്ങളും കണക്കിലെടുത്ത് തീരുമാനങ്ങൾ എടുക്കുകയും തെറ്റായി ഒഴിവാക്കപ്പെട്ടവരുടെ വിഭാഗീയ പ്രവർത്തനം സംബന്ധിച്ചും ശരിയായ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും. നേരത്തെ സമ്മേളന ഘട്ടത്തിൽ ലോക്കൽ കമ്മിറ്റികളിൽ സംസ്ഥാന സെക്രട്ടറി വരെ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ടു പോയിരുന്നു. ആ നിലപാട് ഇക്കാര്യത്തിൽ തുടരും. പാർട്ടിക്ക് പിന്നിൽ ജനങ്ങളെ അണിനിർത്താൻ ശ്രമിക്കുന്നതിന് പകരം വ്യക്തിക്ക് പിന്നിൽ അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട പരമാവധി ഇതിൽ നമുക്കറിയാം. പലയിടങ്ങളിലും ഏറ്റവും ഒടുവിൽ ഈ ഒഴിവാക്കപ്പെട്ട പല നേതാക്കളുമുണ്ട്. അതിൽ വലിയ പരാതിയാവുകയും വലിയ തരത്തിൽ ചർച്ചയാവുകയും പരസ്യ പ്രതിഷേധത്തിലേക്ക് വഴിയൊരുക്കുകയും ചെയ്ത് കോഴിക്കോട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഏറ്റവും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ദിവാകരൻ, പി ദിവാകരനെ
ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല എന്നത് പ്രാദേശികമായ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലായി ഏതെങ്കിലുമൊക്കെ നേതാക്കളെ പുറത്താക്കി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി സംസ്ഥാന സെന്ററിലെ നേതാക്കൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത് ആ പരാതികൾ പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന കൃത്യമായ നിർദ്ദേശമാണ് ഈ സംഘടനാ റിപ്പോർട്ടിലുള്ളത്. കാരണം അത് ആവശ്യമെങ്കിൽ അത് ഏരിയ കമ്മിറ്റിയിലോ അത് കീഴ്ഘടകങ്ങളിൽ അത് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കോ ഏരിയ കമ്മിറ്റിയിലേക്കോ ഈ സെന്ററിലെ നേതാക്കൾ പോകുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നു. കാരണം അങ്ങനെ വിഭാഗീയത പ്രവണതകളുണ്ടെങ്കിൽ അത് കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന കർശനമായ നിർദ്ദേശം കൂടി സംഘടനാ റിപ്പോർട്ടിലുണ്ട്. ഈ വിഭാഗീയ പ്രവണതകൾ പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ടെങ്കിലും ചിലർക്ക് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. CPM നേതൃത്വത്തിൽ നേരത്തെ ഉള്ളതുപോലെ വ്യാപകമായ ഒരു വിഭാഗീയതയും ഭിന്നതയും ഇല്ല. എന്നാൽ പോലും ചിലർക്ക് ഈ വിഭാഗീയത പ്രവണത ഉണ്ട്. അത് ഈ സമ്മേളനങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ അവിടെ ഒക്കെ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണത്. CPM സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ലത്ത് നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെ കൊണ്ട് ഇത് അവസാനിക്കില്ല. ഇനിയും ഒട്ടേറെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. നമുക്ക് അത് അല്പസമയങ്ങൾക്കകം റോഷി പങ്കുവെക്കാൻ കഴിയും. ഏതായാലും CPM സംസ്ഥാന നേതൃത്വം തന്നെ പാർട്ടിക്കകത്ത് ഇപ്പോഴും വിഭാഗീയതയുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ മറ്റൊന്ന്, ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ സംസ്ഥാന സെൻട്രൽ നേതാക്കൾ തന്നെ ഇടപെടണം എന്ന് പറയുന്നത് അത് ഗൌരവം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും വിഭാഗീയത ഇല്ലാതാക്കാൻ വേണ്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. മാത്രവുമല്ല ഒരു തുടർഭരണം ലക്ഷ്യമിട്ടാണ് CPI മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭിന്നതയൊക്കെ പൂർണ്ണമായും പരിഹരിച്ചില്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാകാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഭാഗം ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് ഈ കാര്യം സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോഷ്നി.